ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ചെന്നൈ FC മത്സരം ഒരു ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം നടക്കാൻ പോകുന്ന ഒരു മത്സരം. ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ട ഒരു മാച്ച് പ്രിവ്യൂ ആണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അതിന് മുൻപ് ഒരു കാര്യം പറയാം, നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ പുതിയ മൈക്കിലാണ്. സോ എനിക്കിപ്പം ഫോണുമായിട്ടൊക്കെ പോകേണ്ട സാഹചര്യങ്ങൾ ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസിൽ നമ്മുടെ സൗണ്ട് ക്വാളിറ്റി ചിലപ്പം കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുതിയൊരു മൈക്ക് മേടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് പറയുക ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. എനിവേ, നമുക്ക് ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നൊരു സാഹചര്യത്തിൽ നമുക്കറിയാം ചെന്നൈ FC ഒരു നല്ല തുടക്കം തന്നെയാണ് 8 മത്സരങ്ങളിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഉള്ളത്. അവർ പോയിൻ്റ് ടേബിളിൽ 4ാം സ്ഥാനത്താണുള്ളത്. 8 മത്സരങ്ങളിൽ നിന്ന് 12 പോയിൻ്റാണുള്ളത്. നമ്മുടെ സാഹചര്യം അറിയാമല്ലോ, 10ാം സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്. 8 മത്സരങ്ങളിൽ നിന്ന് 8 പോയിൻറ്റ്സ് ആണ് നമുക്കുള്ളത് എന്നുള്ളതാണ്. ചെന്നൈ FC സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ കഴിഞ്ഞ 2 മത്സരങ്ങൾ അൺബീറ്റൻ ആണ്. അതും 4 പോയിൻറ്റ്സ് അവർക്ക് നേടാൻ സാധിച്ചു. അതിൽ JFCക്കെതിരെ 5-1 എന്ന് പറയുന്ന ഒരു അടിപൊളി വിജയവും സ്വന്തമാക്കിയിട്ടാണ് അവർ വരുന്നത് എന്നുള്ളതാണ്. ലാസ്റ്റ് മാച്ച് മുംബൈ സിറ്റി FCക്കെതിരെ ഒരു 1-1 എന്ന നിലയിലാണ്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ലാസ്റ്റ് 3 മത്സരങ്ങൾ പരാജയപ്പെട്ടിട്ടാണ് ഈ ഒരു മത്സരത്തിലേക്ക് ചെന്നൈയെ നേരിടാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. എന്താണെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബ്രേക്ക് തന്നെയാണ്. അടുപ്പിച്ച് 3 തോൽവികൾ നൽകിയിട്ടുള്ള മുറിവുകളൊക്കെ ഉണക്കാനുള്ളൊരു സമയമായിട്ട് ഇതിനെ എടുത്തു കഴിഞ്ഞു. ചെന്നൈ FC ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടുള്ള 2ാമത്തെ ടീമാണ്. 16 ഗോൾസാണ്. അത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെന്നൈ FC ആണ്. സോ നമ്മുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗോൾ കൺസീഡ് ചെയ്തിട്ടുള്ള ടീം ആണ് നമ്മൾ. JFCക്കൊപ്പം 16 ഗോളുകൾ തന്നെയാണ്. അപ്പം അങ്ങനെ 2 ടീമുകളാണ് പരസ്പരം ഏറ്റുമുട്ടാൻ പോകുന്നത്. പിന്നെ അവർ സെറ്റ് പീസിൽ ഭയങ്കരമായിട്ട് ഡേഞ്ചർ ആകുന്നൊരു ടീമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ പ്ലേയേഴ്സ് അവർക്കുണ്ട് എന്നുള്ളതാണ്. ഇപ്പം എൽസീനിയോ ആണെങ്കിലും എഡ്വേർഡ്സ് ആണെങ്കിലും അങ്ങനെ അവർ ഇന്ത്യൻ താരങ്ങളും ഒക്കെ, അല്ലെങ്കിൽ കോർണർ ഷീൽഡ്സിനെ പോലത്തെ അങ്ങനെ സെറ്റ് പീസ് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അവർക്ക് തീർച്ചയായിട്ടും ഗുണമാണ്. എങ്കിൽ നമ്മളുടെ സെറ്റ് പീസിൻ്റെ അവസ്ഥ ഇനി എടുത്തു പറയേണ്ട ഒരു ആവശ്യകതയില്ലല്ലോ. അങ്ങനെ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് നോക്കുമ്പോഴത്തേക്കും നമ്മളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, സോഫാർ കുറച്ച് പരിതാപകരം, അല്ലെങ്കിൽ ലാസ്റ്റ് 3 മാച്ച് എക്സ്പെഷ്യലി നോക്കുമ്പോൾ കുറച്ച് മോശമായിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ ചെന്നൈ FC ഒരു സെറ്റായിട്ടുള്ള ടീം എന്ന നിലയിലാണ് ഇതുവരെയുള്ള അവരുടെ ഒരു പ്രകടനം എന്ന് പറയുന്നത്. ആ രീതിയിലാണ് ഓവൻ കോഹ്ലി ഒരു ടീമിനെ കൊണ്ടുപോകുന്നത്. പിന്നെ നമുക്കറിയാം ഇതൊരു റൈവൽ മാച്ചാണ്. ചെന്നൈ FC KBS സംബന്ധിച്ചിടത്തോളം ഒരു റൈവലായിട്ടുള്ള ടീം തന്നെയാണ്. ചിലപ്പം ചെന്നൈയിൽ നിന്നൊക്കെ ട്രാവൽ ചെയ്ത് ഫാൻസൊക്കെ എത്താനുള്ള സാധ്യതകളുണ്ട്. കേരളത്തിൽ വെച്ചിട്ടാണ്, കൊച്ചിയിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പക്ഷേ നമുക്കറിയാം നമ്മൾ ഈ സീസണിൽ 4 മത്സരങ്ങളിൽ 3 മത്സരങ്ങളും തോറ്റുപോയി എന്നുള്ളതാണ്. ഒരു മത്സരം മാത്രമാണ് വിജയിക്കാനായിട്ട് സാധിച്ചത്. സോ അത് സാധാരണഗതിയിലൊന്നുമില്ലാത്ത ഒരു തരത്തിലുള്ളൊരു മോശമായിട്ടുള്ള ഒരു സ്റ്റാറ്റാണ് ഒരു ഹോമിൽ ഒരു കാര്യം പരിഗണിക്കുമ്പോൾ. എന്നാൽ നമുക്ക് പോസിറ്റീവ്സ് എന്നൊക്കെ നിലയിൽ പറയാൻ പറ്റുന്നത് ചില പരിക്കേറ്റിയ താരങ്ങളൊക്കെ തിരിച്ചെത്തുന്നു എന്നുള്ളതാണ്. അതിലിപ്പം നോവ ആദ്യ ലെവലിൽ തന്നെ തിരിച്ചെത്താനുള്ള സാധ്യതയുണ്ട്. പ്രബീറൊക്കെ ട്രെയിൻ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. സച്ചിൻ സുരേഷ് തുടങ്ങിക്കഴിഞ്ഞു. ഇനി വേറെ ആരൊക്കെ എത്തും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കിക്കാണും. പിന്നെ ലൂണയൊക്കെ ഒരു കംപ്ലീറ്റ്ലി ഫിറ്റായിട്ട് ഈ ഒരു അവസരത്തിലേക്ക് വരുമ്പോഴത്തേക്കും എത്തും എന്നുള്ളതൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഫിക്സ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ട്. അതൊക്കെ ജനുവരിയിൽ ഫിക്സ് ചെയ്യേണ്ടതാണ്. അതുവരെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. വേറെ എന്താ ചെയ്യാൻ പറ്റുക? എന്താണെങ്കിലും ഇനി നമുക്ക് ഇരു ടീമുകളുടെയും ഒരു എക്സ്പെക്റ്റഡ് 11 എന്ന് പരിശോധിക്കുന്ന ഒരു സമയത്ത് അപ്പം ചെന്നൈ FC ഒരു 4-4-2 ആണ് ഇപ്പം സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്ന ഓവൻ കോഹ്ലി. അതിൽ ഗോൾ കീപ്പറായിട്ട് മുഹമ്മദ് നവാസ്, സെൻട്രൽ ബാക്കിൽ ബികാഷ് ഷുംനാം, എഡ്വേർഡ്സ് എന്നീ താരങ്ങൾ, 2 വിങ് ബാക്സ് എന്ന നിലയിൽ രന്തിലെയും ലാൽദിംബുയ എന്നിവരായിരിക്കും കളിക്കുക. മിഡ്ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ഡിഫൻസീവ് ഡ്യൂട്ടിയുള്ള മിഡ്ഫീൽഡർ എന്ന നിലയിൽ എൽസീനിയോ ആൻഡ് മറ്റൊരു മിഡ്ഫീൽഡറായിട്ട് കോർണർ ഷീൽഡ്സ്, അതുപോലെ 2 വിങ്ങുകളിലായിട്ട് കിയാൻ നസീരി ആൻഡ് ഫറൂഖ് ചൗധരി, ആൻഡ് 2 അറ്റാക്കേഴ്സ് എന്ന നിലയിൽ ഇർഫാൻ യാദ്വാദ് ആൻഡ് ജോർദൻ ഗിൽ എന്നിവരെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു 4-3-3യിലേക്ക് ഒരു തിരിച്ചു വരാനുള്ള സാധ്യത പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നോവയൊക്കെ തിരിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ഗോൾ കീപ്പറായിട്ട് ഈ ഒരു മത്സരത്തിലും സോംകുമാറിനെ തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. വരുന്നൊരു മത്സരത്തിലേക്കായിരിക്കും സച്ചിൻ തിരിച്ചെത്തുന്നുണ്ടാകുക. ആൻഡ് സെൻട്രൽ ബാക്സിലേക്ക് വരുമ്പോഴത്തേക്കും പ്രീതം ആൻഡ് കോയ്ഫ്, റൈറ്റ് ബാക്കിൽ ഹോമിപ്പാം, ലെഫ്റ്റ് ബാക്കിൽ നാവച്ച, മിഡ്ഫീൽഡിൽ വിപിൻ, ഡാനിഷ് ആൻഡ് ലൂണ എന്നിവർ, അതുപോലെ അറ്റാക്കിങ്ങിൽ നോവ, കോറു സിംഗ് ആൻഡ് സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ ഹെസൂസ് ജിമിനസ്, ഇങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചുവരവിൻ്റെ ഒരു മത്സരം തന്നെയാണ്. വളരെ തിരിച്ചുവരവ് അനിവാര്യമായിട്ടുള്ളൊരു മത്സരം തന്നെയെന്ന് സംശയം പറയാം. ചെന്നൈ FCയെ സംബന്ധിച്ചാണെങ്കിലും അവരൊരു നിലവിലെ സാഹചര്യത്തിൽ 3 പോയിൻറ്റ്സ് എന്നുള്ള നിലയിൽ തന്നെ ആയിരിക്കും ഒരു എവേ മത്സരമാണെങ്കിൽ കൂടി അപ്രോച്ച് ചെയ്യുക. കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോമിൽ ഇപ്പോഴത്തെ റെക്കോർഡ് കാര്യങ്ങളും കൂടെയൊക്കെ ഒന്ന് പരിഗണിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ. അപ്പോൾ എന്താണ് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് എന്താണ് എന്നുള്ളത് കമ്പോസ് ചെയ്താൽ മതി. അതിൽ മറ്റൊരു വീഡിയോയ്ക്കും ഞാൻ അവിടെ വന്ന് ശേഷം സനിയം.